വയനാട് ബത്തേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനയെ പിടികൂടാനുള്ള വനം വകുപ്പിന്റെ ദൌത്യം തുടരുകയാണ്. മയക്കുവെടി വെക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ആനയെ ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള വനത്തിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ആനയെ എവിടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ ഏത് ഘട്ടത്തിലാണ്? സ്മൃതി, വടക്കനാട് അതുപോലെ തന്നെ ഈ വള്ളുവാടി മേഖലയിലൊക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ കൊലയാളി ആനയായ മുട്ടിക്കൊമ്പന് വേണ്ടിയുള്ള തിരച്ചിൽ വനംവകുപ്പ് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ വള്ളുവാടിക്കടുത്തുള്ള മാടക്കുണ്ട് ഉന്നതിക്ക് സമീപമുള്ള ഉൾവനത്തിൽ കാട്ടാനയെ ഈ മുട്ടിക്കൊമ്പൻ എന്ന കാട്ടാനയെ വനംവകുപ്പ് കണ്ടെത്തി കഴിഞ്ഞു. അകത്ത് മയക്കുവെടി സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾവനത്തിലേക്ക് പോയിട്ടുണ്ട്. ഈ കാട്ടാനയെ മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കുങ്കിയാനകളെ ഉപയോഗിച്ച് അകത്തേക്ക്, അതായത് ഉൾവനത്തിലേക്ക് പോയി അവിടെ ഈ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ആരംഭിക്കുകയുള്ളൂ. ഏതായാലും പുലർച്ചെ മുതൽ തന്നെ മുട്ടിക്കൊമ്പൻ എന്ന TT1 എന്ന വനംവകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ആ മേഖലയിലേക്ക് മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കുങ്കിയാനകളെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. 4 കുങ്കിയാനകൾ മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്ന് പുലർച്ചെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ 4 കുങ്കിയാനകളെ ഉപയോഗിച്ച് മയക്കുവെടി വെച്ചതിന് ശേഷം ഈ മുട്ടിക്കൊമ്പനെ വനം വകുപ്പിന്റെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലേക്ക് കയറ്റുവാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. പക്ഷേ അനുയോജ്യമായ രീതിയിൽ മയക്കുവെടി വെക്കാൻ കിട്ടിയാൽ മാത്രമേ ഈ കാണുന്ന 4 കുങ്കിയാനകളെയും ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് പോവുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ ഉൾവനത്തിൽ വനം വകുപ്പിന്റെ മയക്കുവെടി സംഘം അകത്തുണ്ട്. അവർ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. അനുയോജ്യമായ രീതിയിൽ അടുത്ത് കൃത്യമായി മയക്കുവെടി വെക്കാൻ പറ്റിയ മാത്രമേ ഇനി മയക്കുവെടി ദൗത്യത്തിലേക്ക് വനം വകുപ്പ് പോകുകയുള്ളൂ. പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ 7ാമത്തെ ദിവസമാണ് ഈ ആന ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിട്ട്. മാത്രമല്ല 100-ലധികം വരുന്ന വനം വകുപ്പ് ജീവനക്കാരും മറ്റ് RRTകൾ ഉൾപ്പെടെ RRT സംഘവും ഒപ്പം വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിലുണ്ട്. ഈ ആദിവാസി ഉന്നതിക്ക് സമീപമുള്ള ഉൾവനത്തിലാണ് ഇപ്പോൾ നിലവിൽ കാട്ടാന നിലയുറപ്പിച്ചിട്ടുള്ളത്. ആ കാട്ടാനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വനം വകുപ്പ് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. നിലവിൽ ഇപ്പോൾ മയക്കുവെടി സംഘം ഇതിനകത്തുണ്ട്. ഇവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സ്ഥിതി ചേട്ടാ? ഇപ്പോൾ 7ാമത്തെ ദിവസമായി ഈ കാട്ടാനയെ പിടികൂടാൻ വനംവകുപ്പ് ശ്രമം നടത്തുന്നത്. എന്താ നിങ്ങളുടെ ഒരു ആശങ്ക? എന്താ? പക്ഷെ വനവകുപ്പിന് പിടിക്കാനാണ് ഇപ്പം പല സന്ദർഭവും ഒത്തുകിട്ടിയതാണ്. അതിനെ വെടിവെക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയില്ല. ഒത്തിരി സ്ഥലം ഇന്നലെ തന്നെ മെനിയാന്ന് തന്നെ വള്ളുവാടിയിൽ കുത്തിക്കിട്ടിയതാണ്. അത് എന്താണ് അന്ന് മയക്കുവെടി വെച്ചില്ല. സമയം കണ്ട് നീട്ടിക്കൊണ്ട് പോവുകയാണ്. എന്താ കാരണം എന്നറിയില്ല. സംബന്ധിച്ചിടത്തോളം രാത്രി ഒന്നും ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലേ? സാഹചര്യമുണ്ട്. രാത്രി ഇവിടെ പുറത്തിറങ്ങാൻ പാടില്ല. സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. വനം വകുപ്പ് ഇതുപോലെ ഈ ദൗത്യത്തിൽ കൃത്യമായിട്ട് ഇടപെടുന്നില്ല എന്ന് നാട്ടുകാർക്കൊരു നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ആക്ഷേപമുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല സന്ദർഭങ്ങളിൽ റോഡിൻ്റെ സമീപത്ത് തന്നെ 2 ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. മിനിങ്ങാന്ന് കിട്ടിയിരുന്നു, ഒരു 3 ദിവസം മുമ്പ് കിട്ടിയിരുന്നു. വളരെ അടുത്ത് കിട്ടിയിരുന്നു. വെളുപ്പ് ഒരു 5 മണിക്കും 5:30ക്കും 6 മണിക്കും ഉള്ളിലൊക്കെയാണ് ഈ സമയത്ത് കിട്ടിയിട്ടുള്ളത്. അടുത്ത് കിട്ടിയിട്ട് മയക്കുവെടി വെക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. അതിലെന്തോ ഒരു നീക്കമുണ്ട്, നിഗൂഢമായ നീക്കമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിനെ രക്ഷപ്പെടുത്തി അങ്ങോട്ട് മാറ്റിവിടാൻ. വയനാട്ടിലെ കാഴ്ചയാണ് ഇപ്പോഴും. ആന അവിടെ തന്നെ ജനവാസ കേന്ദ്രത്തിനടുത്തുള്ള കാട്ടിലും